നമുക്ക് 2020, 2018, 2013, 2012 ഒക്കെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. HCF of 65 and 117 is expressible in 64m minus 117. ഇവിടെ നമ്മൾ രണ്ട് നമ്പറിനെയും ആദ്യമേ HCF കണ്ടുപിടിക്കണം. അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് പ്രൈം ഫാക്ടർ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ആദ്യമേ കണ്ടുപിടിക്കാം. ഇവിടെ ഫസ്റ്റ് വൺ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 65ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കണം, 117ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മളത് ഓരോന്നും അത് പറഞ്ഞേക്കണേ എന്താന്ന് വെച്ചാൽ വായിച്ച് നന്നായി മനസ്സിലാക്കുക. എന്നിട്ട് ആദ്യത്തെ നമുക്ക് അറിയാവുന്ന കാര്യം ചെയ്യുക. ഓൾറെഡി ആൻസർ ആയിക്കോളും. അപ്പോൾ 65നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 13 വരും. അതിന്റെ പ്രൈം ഫാക്ടർ ആയി. ഇനി 117നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 വരും. അപ്പൊ 3 ആണ് ഇവിടെ വരുന്നത്. 3 × 3 9 വരും, 27 വരും, 39 വരും. അപ്പൊ 39 വരും. 39നെ വീണ്ടും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വരും, 13 വരും. അപ്പൊ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷനായിട്ട് വാല്യൂസ് എല്ലാം കിട്ടും. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് 65നെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 13 എഴുതാം. ദെൻ 117നെ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 3² × 13 എഴുതാം. ഈ രണ്ട് നമ്പറിന്റെയും HCF നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ HCF എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 13 വരും. ഈ HCF നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്? 65m മൈനസ് 117 ആണ്. അപ്പോൾ 65m മൈനസ് 117 ഈക്വൽ ടു 13 ആവും. അപ്പൊ നമ്മുടെ HCF എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ഇതിനോടാണെന്ന് പറഞ്ഞാണ്. അപ്പൊ നമ്മളെ തന്നിരിക്കുന്ന വാല്യൂ നേരെ ഈ HCF ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പൊ 65m എന്ന് പറഞ്ഞ എത്രയും മക്കളെ? 13 പ്ലസ് 117 വരും. ഇനി ഇതിനകത്ത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 130 വരും, 65m വരും. അപ്പൊ m എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കേണ്ട എമ്മിനെ ഇവിടെ നിർത്തി കഴിയുമ്പോൾ ഇത് നേരെ ഇതിന്റെ താഴേക്ക് പോകും. അപ്പൊ 130 ഡിവൈഡഡ് ബൈ 65 വരും. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് 2 വരും. അപ്പൊ നമുക്ക് എന്താ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയി. ഇനി നമുക്ക് ഇതിനകത്ത് LCMഉം HCFഉം കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിനെയും LCM HCF എഴുതിയ ആൻസർ ആയി. LCM HCFും കൂടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ HCF LCM കണ്ടുപിടിക്കണം. അപ്പൊ HCF എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആദ്യമേ ചെയ്തു. രണ്ടിനകത്ത് കോമൺ ഉള്ള 13 ആണ്. LCM എന്ന് പറഞ്ഞാൽ ഈ ഹയസ്റ്റ് ഇതിന്റെ എല്ലാത്തിന്റെയും പ്രോഡക്റ്റ് വേണം. ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ദി പ്രൈം ഫാക്ടർ ആണ്. ഗ്രേറ്റസ്റ്റ് പവർ എന്ന് പറയുമ്പോൾ 3² വരും. 13ന്റെ ഗ്രേറ്റസ്റ്റ് പവർ 30⁻1. 5ന്റെ ഗ്രേറ്റസ്റ്റ് പവർ 5⁻1. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 585 വരും. അപ്പൊ LCM എന്ന് പറയുന്നത് 585 ആണ്. 2024 ചോദിച്ചാൽ നമ്മൾ LCM HCFും ചോദിക്കാവുന്ന വേറെ മോഡൽ ക്വസ്റ്റ്യൻ ആണിത്. ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 8, 9, 10. നമുക്ക് സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ഈസ് ഡിവിസിബിൾ ബൈ എന്ന് പറയുമ്പോൾ എപ്പോഴും കണ്ടുപിടിക്കേണ്ടത് LCM ആണ്. ഗ്രേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ HCF മാറിപ്പോയത്. സ്മോളസ്റ്റ് എന്ന് പറഞ്ഞ എന്താണ്? LCM എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ നമ്മൾ ഈ നമ്പറിന്റെ എല്ലാം LCM കണ്ടാൽ മതി. 8ന്റെ LCM എന്ന് പറഞ്ഞാൽ പ്രൈം ഫാക്ടർ ആക്കണം. ദാറ്റ് ഈസ് ഈക്വൽ 4, ദെൻ 2, ദാറ്റ് ഈസ് ഈക്വൽ 2 വരും. 8ന്റെ പ്രൈം ഫാക്ടേഴ്സ് കിട്ടും. ഇനി അതുപോലെ നമ്മൾ 9ന്റെ പ്രൈം ഫാക്ടർ എടുക്കണം. 3, ദെൻ അഗൈൻ ഡിവൈഡഡ് ബൈ 3, ദെൻ ആൻസർ ഈസ് 3 × 3 9 വരും. ഇനി 10ന്റെ പ്രൈം ഫാക്ടർ എന്ന് പറയുമ്പോൾ 2, 5. പ്രൈം ഫാക്ടേഴ്സ് 3ന്റെയും കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ നമ്പർ ഏതൊക്കെയാ വെച്ചിട്ടുള്ളത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 8ന്റെ 2³ വരും, 9ന്റെ 3² വരും, 10ന്റെ 2 × 5 വരും. അപ്പൊ പ്രൈം ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ LCM എഴുതണം. അപ്പൊ സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ മറന്നു പോകരുത്, LCM ആണ്. സ്മോളസ്റ്റ് ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് LCM ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇവിടെ ഏതാണ്? 2³ വരും, ദെൻ അടുത്ത് 3² വരും, ഹയസ്റ്റ് പവർ എടുക്കുമ്പോൾ 3², പിന്നെ × 5 വരും. അപ്പൊ നമ്മുടെ LCM 2³ 8 വരും, 3² 9 വരും, × 5 വരും. ഈ നമ്പറുകൾ നമ്മൾ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ആവും. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് 360 ആയിരിക്കും. അപ്പൊ സ്മോളസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 360 ആയിരിക്കും. എല്ലാ നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാവുന്നത്. 10th CBSE കുട്ടികൾക്കായിട്ടുള്ള നെക്സ്റ്റ് ഇയർ ക്ലാസ്സുകൾ ക്ലാസ് ഓറയിൽ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി ഹാഫ് അവർ ക്ലാസ്സുകളും എക്സാംസും എല്ലാം ഉൾപ്പെടെ മന്ത്ലി 500 rupees ആണ് വരുന്നത്. താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും.